കൽപ്പനകൾ മോശയിലൂടെ നമുക്ക് തന്നു. എന്നാൽ പിന്നെ ആ കൽപ്പനകൾ കൃത്യമായിട്ട് പാലിച്ച് ജീവിക്കായിരുന്നെങ്കിൽ പിന്നെ യേശു വരേണ്ട ആവശ്യമുണ്ടായിരുന്നു? ആകെ ഒരു കൺഫ്യൂഷനായ മാതിരി ഇല്ലേ ഇല്ലേ? ഇതാണ് വേണ്ടത്. ഏത്? ഈ കൺഫ്യൂഷൻ. എന്നിട്ട് ഈ തൈര് കലക്കി തെളിയുമ്പോൾ എന്ത് കിട്ടും? വെണ്ണ കിട്ടും. അപ്പൊ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഇത് കലങ്ങി തെളിയണം. നമ്മൾ 10 കൽപ്പനകളെ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, 10 കൽപ്പനയും കൃത്യം. അപ്പൊ ഈ 10 കൽപ്പന പാലിക്കുന്നതാണോ ക്രിസ്തീയത? പറയും. 10 കൽപ്പന നമ്മുടെ വാതിക്കൽ എഴുതി ഒട്ടിച്ചാൽ ക്രിസ്തീയതയാകുമോ? 10 കൽപ്പന അക്ഷരം പ്രതി പാലിച്ചാൽ നമ്മൾ ഒരു ഫരിസേയനോ യഹൂദനെയേ ആവുന്നുള്ളൂ. കാരണം അവരതിനെ ചെയ്തിരുന്നത്. മാത്രമല്ല ഓരോ കൽപ്പനകളെയും അവർ അതിന്റെ ഉപകൽപ്പനകൾ ഉണ്ടാക്കി 10 കൽപ്പനകളെ 800-ലധികം കൽപ്പനയാക്കിയിട്ട് മനുഷ്യരെ ഓരോരുത്തരെയും പിടിച്ചുകൊണ്ട്, നീ ഇത് കൽപ്പിക്കണില്ല, നീ ഇങ്ങനെ ഡ്രസ് ചെയ്യണു, ഇത് നീ കൽപ്പിക്കണില്ല, നീ അങ്ങനെ ചെയ്യണു, നീ ഇത് ചെയ്യുന്നില്ല, നീ ഞായറാഴ്ച വിറക് പെറുക്കാൻ പോയി, നിനക്കറിയോ ഞായറാഴ്ച വിറക് പെറുക്കാൻ പോകുന്നതിന് എന്താ ശിക്ഷയെന്ന് അറിയോ? സംഖ്യയുടെ പുസ്തകത്തിലുണ്ട്, ഒരാൾ ഞായറാഴ്ച വിറക് പെറുക്കിയവനെ തൊണ്ടിയോടെ പിടിച്ചു ഉടനെ ഭയങ്കര തെന്മയാണ് നീ ചെയ്തിരിക്കണം. അവനെ പിടിച്ചുകൊണ്ട് ദേവാലയ അങ്കണത്തിൽ വന്ന് നിയമജ്ഞരെ കാണിച്ചു കൊടുത്തു. നിയമജ്ഞർ, അയ്യോ ഇത് വലിയ ശിക്ഷയാണല്ലോ, ഇത് വിധിക്കാൻ ഞങ്ങൾ കീഴ്ക്കോടതിയിൽ അനുവാദമില്ല, അതുകൊണ്ട് മേൽക്കോടതി പോണം. അങ്ങനെ മേൽക്കോടതി യോഗം ചേർന്നിട്ട് വിധിച്ചത് എന്താ? ഇവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പൊ ഇതെല്ലാം ഉദാഹരണങ്ങൾ പറഞ്ഞ് അവരെ പഠിപ്പിക്കുകയാണ്. അതാണ് മോശയുടെ പുസ്തകവും സംഖ്യയുടെ പുസ്തകവും നിയമാവർത്തനം. ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. നിയമാവർത്തനം. നിയമജ്ഞരെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവരവരുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടിയും അവരുടെ തൊങ്ങലുകൾക്ക് നീളം കൂട്ടിയും പ്രധാന സ്ഥലങ്ങളിൽ നിൽക്കാൻ ആഗ്രഹിച്ചു എന്നില്ല. എന്താ അതിനർത്ഥം എന്നറിയോ? നെറ്റിപ്പട്ടം എന്ന് നമ്മൾക്കറിയാവുന്നത് ആനയുടെ നെറ്റിപ്പട്ടോ ഇല്ലേ? ചിലപ്പോൾ പിള്ളേരെയൊക്കെ ഡാൻസിന് നമ്മൾ അതേമാതിരി നെറ്റിപ്പട്ടമൊക്കെ ഉണ്ടാക്കി വെച്ച്, എന്താ നെറ്റിപ്പട്ടം എന്ന് അവിടെ എഴുതിയിരിക്കണതിൻ്റെ അർത്ഥം? അതാണ്. മലയാളം ബൈബിള് മാത്രം വായിച്ചാൽ പോരാ. എന്താ? അപ്പോൾ നെറ്റിപ്പട്ടം എന്ന് അവിടെ പറയുന്നതിൻ്റെ അർത്ഥം, അവരുടെ നിയമജ്ഞരെ ഇങ്ങനെ വിശ്വസിച്ചിരുന്നു. മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വചനമാണ്, നിങ്ങൾ ഇത് നിങ്ങളുടെ നെറ്റിയിൽ എഴുതണം, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതണം, ഇത് നിങ്ങളുടെ കയ്യിൽ കെട്ടണം. ഇതിന്റെ എല്ലാം അക്ഷരാർത്ഥത്തിൽ അവരത് പാലിക്കുകയാണ്. അപ്പൊ അവരത് ഒരു പെട്ടി, ഒരു ചെറിയ പെട്ടി നെറ്റിയിൽ വെച്ചിട്ട് ആ പെട്ടിയുടെ അകത്ത് ഈ 10 കൽപ്പനകളും എഴുതി അതിന്റെ അകത്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ പെട്ടി ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് അവർ നടക്കും. ഇത് നിങ്ങൾ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഫിലാക്ടറീസ് എന്നാണ്. ഫിലാക്ടറീസ്. They have broadened their phylacteries and lengthened their tassels. എന്നിട്ട് അച്ഛന്മാർ ലോഹയുടെ അകത്തിരുന്ന് അച്ഛന്മാരുടെ സ്റ്റോള് പോലെ കനം കുറഞ്ഞ നൂല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റോള് പോലത്തെ നൂല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തൊങ്ങലുകൾ എന്ന് പറയണം. അത് ഇവരുടെ വസ്ത്രത്തിന്റെ ഉള്ളിലിട്ടണം. ഉള്ളിലിട്ടിട്ട് വലിയ വലിയ ആൾക്കാർ അതിന്റെ താഴെ ഇങ്ങനെ കാണും. താഴെ, അതായത് ഇവര് ഈ നീളമുള്ള തൊങ്ങലിട്ടേക്കുന്ന ആളാണെങ്കിൽ കൂടുതൽ ശക്തനായ നിയമജ്ഞനാണ്. നിയമങ്ങളെല്ലാം, അപ്പൊ ആ തൊങ്ങലുകളുടെ ഉദ്ദേശം നിയമം പാലിച്ചോളണം. നീ ഏത് സമയത്തും എന്ത് ചെയ്യുമ്പോഴും നിയമം ഓർമ്മയിൽ വരാനും ചെയ്യരുതാത്തത് ചെയ്യരുത് എന്നുള്ളത്, ആ നിയമം അവരെ നിയമത്തിന്റെ ആധിപത്യത്തിലൂടെ അവർ ജീവിക്കുന്നു. ഇപ്പൊ ഞായറാഴ്ച ദിവസം സ്വിച്ച് ഇടാൻ പാടില്ല, നിയമമാണ്.
അത് അത്രയ്ക്ക് കണിശമായ നിയമമാണ്. അപ്പൊ സാബത്ത് ദിവസത്തെ നിയമം തന്നെ 150 കൂടുതൽ നിയമമുണ്ട്. ഒരു പെണ്ണ് നമ്മുടെ ഒരു മലയാളി കുടുംബത്തിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു വീട്ടുകാര്, യഹൂദ വീട്ടുകാര്. അപ്പൊ ഈ മലയാളി കുടുംബത്തിൽ ഞാൻ വിസിറ്റ് ചെയ്തപ്പോ അമേരിക്കയിൽ അവര് പറയാണ്, അവളുടെ ആ യഹൂദ കുടുംബക്കാര് അയൽവക്കത്തുള്ള വീട്ടില് കൊച്ച് ഷോക്കടിച്ചു മരിക്കാൻ പോണു. സാബത്ത് ദിവസം അവൾ ഓടി വന്നിട്ട് ഇവളെ മുട്ടി വിളിക്കുകയാണ്, നീ വന്നിട്ട് ആ സ്വിച്ച് ഓഫ് ചെയ്യാൻ. അപ്പൊ അവള് പറയും, നിനക്ക് എന്താ, അപ്പൊ നിനക്ക് ഓഫ് ചെയ്തൂടെ? ഇല്ല, ഞങ്ങളുടെ ഭയങ്കര നിയമമാണ്, സാബത്ത് ദിവസം സ്വിച്ച് ഇടാൻ പാടില്ല. അത് നമുക്ക് തമാശ, അവരെ സംബന്ധിച്ച് ഇത് വലിയ കണിശമാണ്. അത്രയ്ക്ക് ആ നിയമത്തെ പാലിക്കുന്നതിലൂടെയാണ് അവർ വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് യേശു അത്തരത്തിലുള്ള സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു നിയമത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ ഉടച്ചുകൊണ്ടാണ് യേശു വന്നിരിക്കുന്നത്. എന്തോ ഒരു വലിയ പ്രശ്നമല്ലേ യേശുവിന്റെ കാലത്ത്. അതുകൊണ്ടാണ് മാതാവിന്റെ അല്ലെങ്കിൽ മാതാവ് ഉണ്ണിയെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചപ്പോൾ ശിമയോൻ പറഞ്ഞത്, ഇവൻ ഒരു വിവാദ വിഷയം ആകും. ഇവനൊരു വിവാദ വിഷയമായിരിക്കും. ഇവൻ വലിയ വിവാദം. ഇവൻ ഞായറാഴ്ച വന്നിട്ട് സാബത്ത് ആചരിക്കണമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കെ അവൻ പറയാണ്, നീ കട്ടിലും എടുത്ത് നടക്കാൻ. അത് ഭയങ്കര പ്രശ്നമല്ലേ? അത് വലിയ അവന് കൊല്ലണം വാസ്തവത്തിൽ. അതുകൊണ്ടാണ് അവരുടനെ കല്ലെടുത്ത് കൊല്ലാനായിട്ട്. ഇവൻ ചോദിച്ചു, കട്ടിലെടുത്തിട്ട് പോകണമെന്ന് ചോദിച്ചപ്പോ, നീ ആരെയും എന്താ ഈ സാബത്ത് ദിവസം നീ കട്ടിലെടുക്കണേ? അപ്പൊ കർത്താവ് പറയാണ്, ഇവൻ 38 വർഷമായിട്ട് തളർന്നു കിടന്ന ഒരാളെ പുതിയ ജീവൻ കൊടുത്ത് പുതിയ സൃഷ്ടിയാക്കിയ കരുണാർദ്രമായ കാര്യത്തെക്കുറിച്ചല്ലേ ദൈവത്തിന് നന്ദി പറയേണ്ടത്. പക്ഷെ അവരപ്പം നോക്കുന്നത്, ഇവൻ ഏത് പ്രമാണം ലംഘിച്ചേ? ഇവൻ കട്ടിലെടുത്ത് നടക്കണം. ആരാ നിന്നോട് കട്ടിലെടുത്ത് നടക്കാൻ പറഞ്ഞത്? എന്നെ സുഖപ്പെടുത്തിയവൻ പറഞ്ഞു. ആരാ നിന്നെ സുഖപ്പെടുത്തിയത്? എനിക്കറിയാൻ പാടില്ല. ഇപ്പോ അപ്പോഴേക്കും യേശു അവിടുന്ന് മുങ്ങി എന്ന് പറഞ്ഞാൽ യേശു അവിടുന്ന് മാറി. അല്ലെങ്കിൽ എന്തു ചെയ്യും? അവർ കല്ലെടുത്തു അവനെ കൊല്ലാനായിട്ട്. അവൻ അവിടെ നിന്ന് അവന്റെ സമയമാകാത്തത് കൊണ്ട് ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായോ? എന്താ കോൺട്രവേഴ്സി? യേശു തന്നെ നിയമം ലംഘിക്കാൻ പറഞ്ഞേക്കണം. അപ്പോഴാണ് ഈശോ പറയുന്നത്, ശാബത്തിനേക്കാൾ വലിയവൻ ഇതാ ഇവിടെ. ശാബത്ത് ആർക്കു വേണ്ടിയുള്ളതാ? അപ്പോ ഇങ്ങനെ നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെ രക്ഷിക്കപ്പെടുമെന്നും നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെ നീതീകരിക്കപ്പെടുമെന്നും വിശ്വസിക്കുന്ന വിശ്വാസമാണ് ഫരിസേയ നീതി. അതിനെ മാറ്റാൻ വേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത്. അപ്പോ അവരുടെ ഇപ്പൊ ഈശോയുടെയും സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചു, സകല രോഗങ്ങളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി നടന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര വിപ്ലവാത്മകമായ കാര്യമാണത്. അവൻ അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചിരിക്കുക? ഈശോ സിനഗോഗിൽ പഠിപ്പിക്കുന്നത് പുതിയ സുവിശേഷമാണ്. അവര് സിനഗോഗിൽ പഠിപ്പിച്ചിരുന്നത് പഴയ നിയമമാണ്. നിയമജ്ഞരും ഫരിസേയരും പുതിയ നിയമം സ്വീകരിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അവരത് പഠിപ്പിക്കില്ലല്ലോ. അപ്പൊ അവരെന്തായിരുന്നിരിക്കാം? സിനഗോഗിൽ നിയമജ്ഞരും ഫരിസേയരും റബ്ബായിമാരും പഠിപ്പിച്ചിരുന്നത്, അവർ ഈ ഇന്ന നിയമങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ശാപം ഉണ്ടാകും, നിങ്ങൾ അതിന് വലിയ ശിക്ഷ. അപ്പൊ പഴയ നിയമത്തില് ഈ നിയമം അനുസരിക്കുന്നില്ലെങ്കിൽ ഉടനെ ശിക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്, ഓവർ സ്പീഡ് ആയാൽ ക്യാമറ ഉടനെ ക്ലിക്ക് അടിച്ചു, നിങ്ങൾ ഫോട്ടോ സഹിതം 3 ദിവസം കഴിയുമ്പോഴേക്കും ഒരു ബില്ല് വരും. എത്ര രൂപ? 400 രൂപ. എത്ര?
500 രൂപ 1000 രൂപ ബില്ല്. ആരെങ്കിലും ക്ഷമിക്കുമോ? അത് ഇതിന് ക്ഷമ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നിയമം, ശിക്ഷ, അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും ചോദിക്കാനോ ആളില്ല. ആരോടാ ക്ഷമ ചോദിക്കാൻ? ദൈവത്തിന് മാത്രമേ ക്ഷമിക്കാനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ടാണ് യേശു ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പാപം ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി എഴുന്നേറ്റ്, ഇവരാരാ പാപം ക്ഷമിക്കാൻ എന്ന് പറഞ്ഞു. അത് ഭയങ്കര വലിയൊരു കോൺട്രവേഴ്സിയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ മനുഷ്യപുത്രന് പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാ പാപം ക്ഷമിച്ചത്. അപ്പൊ പഴയ നിയമത്തിൽ ക്ഷമിക്കുക എന്നുള്ള ഒന്നുണ്ടായിരുന്നില്ല. എന്താ ഉണ്ടായിരുന്നത്? ശിക്ഷിക്കുക. അങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഇതൊരു സിനഗോഗിന്റെ ആ നിയമം പഠിപ്പിക്കുന്ന സ്ഥലത്ത് ആളുകൾ നിറഞ്ഞു നിൽക്കണു. നിയമച്ചൻ പഠിപ്പിക്കണു. നിയമച്ചൻ തലയിൽ നിയമമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫിലാക്ടറീസ് അവരവരുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടി തൊങ്ങലുകൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവർ പഠിപ്പിച്ച് പറയാണ്, ഇന്ന നിയമങ്ങൾക്ക് ലംഘിച്ച ഇന്ന ശിക്ഷ. ഇപ്പൊ നമ്മളെ വക്കീല്, നമ്മളുടെ നീതിന്യായ കോടതി, എന്താണ് ഈ ഇത്രയും വലിയ നീതിന്യായ കോടതിയുടെ അകത്ത് നടക്കുന്നത്? ഇന്നിന്ന നിയമങ്ങൾക്ക് ഇന്നിന്ന ശിക്ഷ. ഇതാണ് അവിടെ അവർ പഠിപ്പിക്കുന്നതും പഠിച്ചതും വാദിക്കുന്നതും എല്ലാം. എന്ന പോലെ തന്നെ സിനഗോഗുകളിൽ നിയമജ്ഞരുണ്ട്. നിയമം പഠിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മോശയുടെ നിയമത്തിനെ പഠിച്ച് ഏതെല്ലാം തെറ്റുകൾ ചെയ്യുന്നോ അതേത് നിയമത്തിന്റെ അണ്ടറിൽ വരും എന്നും മനസ്സിലാക്കി അതിന് അവർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ശിക്ഷ കണ്ടുപിടിച്ച് ശിക്ഷിക്കുക. അതുകൊണ്ട് ഈശോ പറഞ്ഞ്, ഇവര് ഒരാളെ ഇവരുടെ മതത്തിൽ ചേർക്കാൻ കടലും കരയും നടന്ന് ചേർക്കും. ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ 2 പ്രാവശ്യം നരകത്തിൽ കൊണ്ടുപോകുന്നു. അങ്ങനത്തെ വചനമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈശോ പറഞ്ഞിട്ടുള്ളതാ. അവരെക്കാൾ 2 പ്രാവശ്യം നരകത്തിൽ കൊണ്ടുപോകുന്നു. അതായത് അവന് ഈ നിയമത്തെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതിന്റെ ശിക്ഷയെ ഏൽപ്പിച്ചുകൊണ്ട് അവന് ജീവിക്കാൻ പറ്റാത്ത ഒരു ഭാരം അവരുടെ വിലക്കണം. അപ്പൊ അവർ പറയുന്നത്, നിങ്ങൾ തന്നെ പരിശ്രമിക്കണം, നിങ്ങളുടെ സ്വന്തം കഷ്ടതയിലൂടെ പരിശ്രമിക്കണം, നിയമം പാലിച്ചേ തീരും. അങ്ങനെ ഇവർ ഭാരപ്പെട്ട് ഇരിക്കുമ്പോഴാണ് നിയമച്ചൻ പറഞ്ഞുകൊണ്ട് പോയ തക്കത്തിന് യേശു സിനഗോഗിലേക്ക് വന്നേക്കണം. യേശു യഹൂദനാണ്, സിനഗോഗിൽ വരാം. യേശു നിയമം പഠിപ്പിക്കാനുള്ള അധികാരമുണ്ട് യേശുവിന്. 12 വയസ്സ് ആയപ്പോൾ യേശുവിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ യേശു എന്നിട്ട് പഠിപ്പിച്ചത് എന്താ? നേരെ ഓപ്പോസിറ്റാ പഠിപ്പിച്ചത്. യേശു പറയാണ്, നിങ്ങളുടെ ഈ ഭാരം എല്ലാം ഞാൻ ഏറ്റെടുക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളുടെ ആ പാപത്തിന്റെയും കൽപ്പനയുടെ ലംഘനത്തിന്റെയും പാപത്തിന്റെയും ശാപത്തിന്റെയും ഭാരം ഞാൻ ഏറ്റെടുക്കാം. നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇത് കേട്ടിട്ട് വീണ്ടും കുറെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അവിടെ എഴുതിയിട്ടില്ല മുഴുവനും. എന്നിട്ട് പറഞ്ഞേക്കുന്നത് മോശയുടെ പുസ്തകത്തിലും നിയമപ്രവാചകന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്ന മറ്റൊരു വശമുണ്ട്. എന്താ മറ്റൊരു വശം? യെശയ്യായുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും, നിന്റെ പാപം രക്താംബരം പോലെ രക്തവർണ്ണമാണെങ്കിലും ഞാൻ അവയെല്ലാം പഞ്ഞി പോലെ തൂവെള്ള പോലെ ആക്കി തരും. അതുകൊണ്ട് വാ, എൻ്റെ അടുത്ത് വാ. ഇത് കേട്ടപ്പോ അവർക്കുണ്ടാകുന്ന വ്യത്യാസം എന്താ? അവർ പറയുന്നത്, ഇത് ഇന്നേ വരെ കേൾക്കാത്ത ഒരു പുതിയ വാർത്തയാണല്ലോ, ഒരു പുതിയ
വാർത്ത. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അങ്ങനെയാണ് സദ്വാർത്ത, സുവിശേഷം എന്ന പേര് തന്നെ ഉണ്ടായത്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. ചേട്ടാ, ഇതിന്നെ ഇവരെ കേട്ടിട്ടില്ല, ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒന്ന് കേൾക്കണേ, ഇതൊരു പുതിയ വാർത്തയാണല്ലോ, ഇതൊരു സുവിശേഷമാണല്ലോ, ഇത് നമുക്ക് ഭയങ്കര ആശ്വാസം പകരുന്നല്ലോ, അതുകൊണ്ട് വാ നമുക്ക് അവന്റെ കൂടെ പോകാം. അങ്ങനെ അവരെല്ലാം യേശുവിന്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ സാവധാനം നോക്കി കഴിഞ്ഞപ്പോൾ അവര് നോക്കുമ്പോൾ എല്ലാവരും അവന്റെ പിന്നാലെ പോകാനല്ലോ വചനം ഇല്ലേ, എല്ലാവരും അവന്റെ പിന്നാലെ പോയിരിക്കണം. അപ്പൊ ആ സദ്വാർത്ത ദൈവത്തിൽ നിന്നാണെന്നുള്ളതിന്റെ വലിയൊരു കൺഫർമേഷൻ കൂടിയാണ് രോഗശാന്തി കിട്ടുന്നത്. അപ്പൊ രോഗത്തിന്റെ മൂലകാരണം വാസ്തവത്തിൽ പാപമാണ്. എന്നാൽ ആ പാപത്തിന്റെ മോചനത്തിനുള്ള ബലി അർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ, ബലിയർപ്പണം സമയത്തല്ലേ പാപമോചനം കിട്ടുള്ളൂ. ഇപ്പൊ യേശുവിന്റെ പരസ്യ ജീവിത സമയത്ത് എല്ലാവർക്കും പാപമോചനം കിട്ടാനുള്ള ഒരു സാധ്യത ഇല്ല. എപ്പോഴാ പാപമോചനം കിട്ടുക? യേശു കുരിശിൽ ബലി അർപ്പിച്ചു. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ ആ വെതക്കാരന്റെ ഉപമ കഴിഞ്ഞിട്ടുള്ളൊരു വെതക്കാരന്റെ ഉപമ പറഞ്ഞു കഴിഞ്ഞപ്പോ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്താണ് നീ പറഞ്ഞതിന്റെ അർത്ഥം, ഞങ്ങൾക്കൊന്ന് വ്യാഖ്യാനിച്ചു തരാമോ? അപ്പൊ പറഞ്ഞു, ഇത് ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കറിയണം. എന്താ പിന്നെ അങ്ങ് ഉപമകളിലൂടെ സംസാരിക്കുന്നത്? അത് നിങ്ങൾക്കേ അറിയാൻ പാടുള്ളൂ, മറ്റുള്ളവരാരും അറിയരുത്. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ എൻ്റെ അടുത്ത് വന്ന് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും വേണ്ടിയാണത്. ആദ്യം നമുക്കിത് കേൾക്കുമ്പോൾ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള മാതിരിയാ തോന്നണേ ഇല്ലേ? ഒന്ന് വായിച്ചണോ? ബൈബിളൊന്ന് വായിച്ചു നോക്കി, ആരെങ്കിലും ഒന്നെടുത്ത് വായിച്ചേ. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്കോ അക്ഷരപ്പെശകോ ആയിരിക്കാമോ? ഒന്ന് വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. അതെന്താ അതിന്റെ അർത്ഥം? അവർ മോചനം പ്രാപിക്കരുതെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അപ്പോ അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് വലിയ ഒരു ജനാവലി അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. ഈ വലിയ ജനാവലി മുഴുവനും മനസ്സിലാവുകയാണ് യേശുവാണ് മിശിഹ എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവരെല്ലാവരും കൂടി യേശുവിന്റെ അടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം തരണം. കാരണം മനുഷ്യരുടെ പാപം കൊണ്ട് പൊളയുകയാണ്. ഇന്ന് നമുക്ക് ആ സിറ്റുവേഷൻ ഇല്ല. കാരണം യേശുക്രിസ്തു പാപത്തെ തന്നിൽ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മളതിൽ വിശ്വസിക്കുകയും നമ്മൾ കുമ്പസാരിക്കുകയും പാപമോചനം കിട്ടുകയും ചെയ്യുകയാണ്. നമ്മൾ ഇനി പാപം ചെയ്താൽ തന്നെയും അന്നുണ്ടായിരുന്ന മാതിരിയുള്ള ഒരു ഭീകരാവസ്ഥ നമുക്കില്ല. കാരണം നമ്മളിൽ മാമോദീസായിലൂടെ പാപത്തെ തുടച്ചു മാറ്റുന്ന കൃപ നിലകൊള്ളുന്നു. മനസ്സിലാവുന്നുണ്ടോ? അന്ന് പാപത്തിന്റെ ഭയാനകമായ അവസ്ഥ നിലകൊള്ളുന്ന സമയമാണ്. അതുകൊണ്ട് ജനം എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന സമയമാണ്. അപ്പൊ അവര് അറിയാണ് യേശുവാണ് വിമോചകൻ എന്ന് അറിഞ്ഞാൽ ഉടനെ എല്ലാവരും കൂടി യേശുവിന്റെ അടുത്ത് കൂടും, യേശുവിനെ പിച്ചി പറിക്കും. പക്ഷെ എല്ലാവരും കൂടി യേശുവിന്റെ അടുത്ത് കൂടിയാൽ യേശുവിന് പാപമോചനം കൊടുക്കാൻ പറ്റുമോ? ആ സാഹചര്യത്തിൽ പറ്റുമോ? കാരണം എന്തുകൊണ്ടാ? എങ്ങനെയാണ് യേശു പാപമോചനം കൊടുക്കുന്നത്? തന്റെ
രക്തം ഒഴുക്കി മനുഷ്യന്റെ പാപം തന്റെ ശരീരത്തിലേറ്റെടുത്ത് ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പരിയാട്ടിൻ കുട്ടിയായി തമ്പുരാനെ ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണേ. കണ്ടോ, ഭൂലോക പാപം നീക്കുന്നതിന് വേണ്ടി യേശു മനുഷ്യന്റെ പാപം ശരീരത്തിൽ ഏറ്റെടുത്ത് വേദനിച്ച് പീഡ അനുഭവിച്ച് അടിച്ചവർക്ക് പുറവും താടി വീഴ്ച പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. നിന്ദനിൽ നിന്നും തുപ്പലിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല. അവനെ കണ്ടവർ അമ്പരന്നു പോയി. അവന്റെ രൂപം വിരൂപമായിരിക്കുന്നു. അവനൊരു മൃഗത്തെ പോലെയും ഒരു കീടത്തെ പോലെയും ആയിരിക്കുന്നു. അതുപോലെ അവർ അവനെ പീഡിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം പൂർത്തിയായി. അവന്റെ കൈകാലുകൾ അവർ കുത്തിത്തുളയ്ക്കുമെന്ന വചനം പൂർത്തിയായി. അവന്റെ ചങ്കിൽ നിന്നും ഒഴുകുന്ന ആ രക്തവും ജലവും അവസാന തുള്ളി വരെയുള്ള സ്നേഹത്തിന്റെ ഒഴുക്ക്, ഇതെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഇപ്പോൾ എല്ലാം പൂർത്തിയായി. മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടിയുള്ള എല്ലാം പൂർത്തിയായി. അതിനു മുൻപ് ആളുകൾ എല്ലാവരും കൂടി ഓടിക്കോടിയാൽ പാപമോചനം കൊടുക്കുക സാധ്യമല്ല. അതാണ് മനുഷ്യന്റെ കൽപ്പനയെ അനുഷ്ഠിക്കുന്നതിലൂടെ അല്ല പാപമോചനം, യേശുക്രിസ്തുവിന്റെ ബലിയിലൂടെയാണ് പാപമോചനം. പത്രോസ് ഈശോ വേറൊരു സ്ഥലത്ത് പറഞ്ഞു, എന്താ ആളുകൾ എന്നെ കുറിച്ച് പറയണേ? അപ്പൊ പറഞ്ഞു, ചിലവർ പറഞ്ഞു നീ ഒരു വലിയ പ്രവാചകനാണ്, നീ യോഹന്നാൻ മോഹൻദാന തിരിച്ചു വന്നതാണ്, നീ ജെറമിയായാണ് എന്നൊക്കെ പറഞ്ഞു. ആരും പറയാനില്ല ഞാൻ മിശിഹായാണ്. പ്രൈസ് ദി ലോർഡ്, നല്ല കാര്യം. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ പറയണേ? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണേ? അപ്പോ അവര് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നു. ബാക്കിയുള്ളവരൊക്കെ അന്തമുട്ടിത്. പത്രോസ് മാത്രം എങ്ങനെ പറഞ്ഞേ? മറ്റുള്ളവരും അപ്പോസ്തലന്മാരല്ലേ? പക്ഷേ കർത്താവ് പറഞ്ഞു, പത്രോസ് ഇത് നീ അല്ല പറയണേ, ജഡരക്തങ്ങളല്ല പറയണേ, ഇത് ഇപ്പോൾ എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ്. എന്തുകൊണ്ട്? നിന്റെ മേലാണ്, നീ ആകുന്നു പാറ, നീ ആണ് ആദ്യത്തെ മാർപ്പാപ്പ, നിന്നിലൂടെയാണ് ഈ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അതുകൊണ്ട് നിന്നെ അതുപോലെ വലിയൊരു വിളിയാണ് നിനക്കുള്ളത്. അതുകൊണ്ട് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നീ അനുഗ്രഹീതൻ, നിന്റെ കയ്യിൽ താക്കോല് തരും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിപ്പോ ആരോടും പറയരുത്, നിങ്ങൾ ഇപ്പോൾ ഇതാരോടും പറയരുത്. എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, പ്രധാന പുരോഹിതന്മാരും പ്രീച്ചന്മാരും കയ്യിൽ എന്നെ അവർ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ പാപികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ എന്നെ പീഡിപ്പിക്കുകയും മുഖത്ത് കാർപ്പിച്ച് തുപ്പുകയും എന്നെ അടിക്കുകയും എന്നെ വധിക്കുകയും ചെയ്യും. ഇത് കേട്ടതോടെ അവരാകെ അമ്പരം. പക്ഷേ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതവർക്ക് ഒട്ടും മനസ്സിലായില്ല. പീഡിപ്പിക്കും, അടിക്കും എന്നെല്ലാം കേൾക്കുമ്പോൾ എന്തായിരിക്കും ഒരു അവസ്ഥ? ഒരു പറഞ്ഞു, അയ്യോ, പത്രോസ് പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ കർത്താവേ നീ പോകണ്ട. കണ്ടോ, ഇപ്പോൾ ഉടനെ കർത്താവ് പറയാണ്, സാത്താനെ നീ ദൂരെ പോവുക, എന്റെ പിന്നോട്ട് പോവുക, നീ എനിക്ക് ഒബ്സ്ട്രക്ഷനാണ്, നീ എനിക്ക് തടസ്സം നിൽക്കുന്നു. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. എന്താ മാനുഷികം എന്ന് പറഞ്ഞാൽ? അയ്യോ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഉണ്ടാവണം. പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ജീവൻ ഒരു മോചന ദ്രവ്യമായി ലോകത്തിന് മുഴുവനും വേണ്ടി കൊടുത്താലേ ഈ കൽപ്പനകൾ പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. മനുഷ്യനെ അവന്റെ ശക്തി കൊണ്ട് കൽപ്പന പൂർത്തിയാക്കാൻ പറ്റില്ല.
എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പറഞ്ഞു, ഇനി നിങ്ങൾ പോയി എല്ലായിടത്തും പ്രഘോഷിക്കുവിൻ, നിങ്ങളെല്ലാവരോടും ഈ സദ്വാർത്ത അറിയിക്കുവിൻ. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരെയും പഠിപ്പിക്കുവിൻ. കേട്ടോ, എന്താ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഫരിസേയരും നിയമജ്ഞരും പഠിപ്പിച്ചിട്ടുള്ളതല്ല, മോശയും ഏലിയായും പഠിപ്പിച്ചിട്ടുള്ളതല്ല ഇനി പഠിപ്പിക്കേണ്ടത്. 10 കൽപ്പനകളല്ല ഇനി പഠിപ്പിക്കേണ്ടത്. ഇനി ഒരേ ഒരു കൽപ്പനയെ പഠിപ്പിക്കാനുള്ളൂ. അതെന്താ? സ്നേഹം മാത്രമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, സ്നേഹത്തിൽ എല്ലാ കൽപ്പനകളും, സ്നേഹിക്കുന്നവൻ എല്ലാ കൽപ്പനകളും പാലിക്കുന്നു. അതിനകത്ത് സ്നേഹിക്കുന്ന ഒരു കൽപ്പനയിലൂടെ എല്ലാം പാലിക്കും. ഇത് നമ്മളുടെ ക്രിസ്തീയ സമൂഹത്തിന്റെ തന്നെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും. ഇപ്പൊ നമ്മൾ പറയും, നമ്മൾ ഈസ്റ്ററായിട്ട് അയൽവക്കത്ത് അവർക്ക് പലഹാരം കൊടുക്കണം, കാരണം അവര് ദിവാളിക്ക് നമ്മുടെ വീട്ടിൽ പലഹാരം കൊണ്ടുവന്നതാ. അപ്പൊ പിള്ളേര് പറയും, പിള്ളേർക്ക് ഇത്രയൊന്നും അറിയാം, അമ്മ മറ്റോടത്ത് കൊടുക്കണ്ടേ? അത് വേണമെന്നില്ല, അവര് നമ്മളുമായിട്ട് വലിയ ലോയൊന്നുമില്ല. മറ്റവരുടെ വീട്ടിൽ കല്യാണത്തിന് പോണോട്ടോ, നമ്മുടെ കൊച്ചിന്റെ കല്യാണത്തിന് ഒരു മോതിരം തന്നാ, അതുകൊണ്ട് അവർക്ക് ഒരു മോതിരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. മറ്റവരുടെ വീട്ടില് ബർത്ത്ഡേക്ക് പോകണം, നമ്മുടെ വീട്ടിലെ എല്ലാ ആവശ്യത്തിനും അവർ വരണതാ. അവരുടെ കൊച്ചിന്റെ മാമോദിസയ്ക്ക് പോകണം, നമ്മുടെ കൊച്ചിന്റെ മാമോദിസയ്ക്ക് ഒരു വള കൊണ്ടുവന്ന് തന്നാ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണം. ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച്, ഇതിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഷോക്കടിച്ചു അല്ലേ? അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്നത്, ഈ വർഷം കരുണയുടെ വർഷമാണ്. കരുണയുടെ വർഷം. എന്താ കരുണയെന്ന് പറഞ്ഞാൽ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, കരുണയെന്ന് പറഞ്ഞാൽ എന്താ? കരുണ എന്ന് പറഞ്ഞാൽ എന്താ? കരുണ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തതാണ്. എന്നാലും കരുണ എന്ന് പറഞ്ഞാൽ എന്താ? കരുണ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പാപികളോടുള്ള സ്നേഹമാണ്. പാപികളോടുള്ള സ്നേഹം. പാപികളോടുള്ള സ്നേഹം. ഫരിസേയരും നിയമജ്ഞരും നിയമം മുറുക്കെ പിടിക്കുന്നവൻ പാപിയെ സ്നേഹിക്കാൻ പറ്റില്ല. അവൻ ചെയ്യണം, അവനെ ശിക്ഷിക്കണം, അവൻ തലതിരിച്ചവരാണ്, അവൻ ശപിക്കും, അവൻ ഒരു അനുഗ്രഹം ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെയല്ല ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന്റെ സ്നേഹം അതാണ് ദിവ്യകാരുണ്യദാത. ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഒരുത്തൻ കൊലപാതകത്തിന് അവനെ ശിക്ഷിച്ചു, അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അത് നിയമം, ശിക്ഷ. പക്ഷെ അവൻ അതിനുശേഷം പ്രസിഡന്റിന്റെ അടുത്ത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, കരുണായാചന കൊടുത്തപ്പോൾ, ദയായാചന കൊടുത്തപ്പോൾ പ്രസിഡന്റ് അവനോട് ദയ കാണിക്കാൻ തീരുമാനിച്ചു. 10 വർഷം കോടതി നടത്തി ഉണ്ടായ ശിക്ഷ ഒറ്റ ദിവസം കൊണ്ട് റദ്ദാക്കി. അവനെ വെറുതെ വിട്ടിരിക്കണം. അതെന്തിനാ? എന്താ അതിന് പറയാ നമ്മള്? ദയാഹർജി, കരുണയാണത്. നമ്മുടെ കർത്താവ് എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്യാനുള്ളൂ. പാപികളെ അന്വേഷിച്ച് നടന്നവരോട് കരുണ കാണിക്കണം. പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? കരുണ കാണിക്കാൻ, അവനോട് രക്ഷിക്കാൻ. ആ കരുണ അവൻ അനുഭവിക്കുമ്പോൾ അവൻ രൂപാന്തരമേ ഉണ്ടാവും, അവൻ വേറൊരാളായി മാറും. എന്നാൽ നിയമം 10 കൽപ്പന പഠിപ്പിക്കുന്നവർ പറയണെന്താ?
അവർ പറയണത് ഈ കൽപ്പന പാപികളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചവനെ കൊല്ലുക, കല്ലെറിഞ്ഞ് കൊല്ലുക, ശിക്ഷിക്കുക. അപ്പോ ശിക്ഷിക്കുന്ന ദൈവമല്ല കർത്താവ്. ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല, മറിച്ച് രക്ഷിക്കുന്ന ദൈവം. അതാണ് യോഹന്നാൻ 3:16 പറയണത്. ईश्वर ने संसार को इतना प्यार किया, उन्होंने अपने इकलौते पुत्र को इसलिए भेजा कि संसार उसके द्वारा मुक्ति प्राप्त हो. ईश्वर ने अपने पुत्र को इसलिए नहीं भेजा कि संसार को दोषी ठहराए, बल्कि इसलिए भेजा संसार उसके द्वारा मुक्ति प्राप्त हो. ദൈവം തന്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് അവൻ വഴി ലോകം രക്ഷവാങ്ങിയത്. എന്നാൽ പ്രകാശം കടന്നു വന്നിട്ടും ഈ പ്രകാശം കാണാതെ അന്ധകാരത്തിൽ വസിക്കുന്ന അവർ ശിക്ഷാവിധി അവർക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് യേശുക്രിസ്തു വന്നിട്ടും ആ യേശുക്രിസ്തുവിലൂടെ വരുന്ന കരുണയെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവൻ ഓൾറെഡി ശിക്ഷാവിധിയിലാണ്. എന്തുകൊണ്ട്? അവന്റെ ആ പാപത്തിൽ നിന്നും മോചിപ്പിക്കാൻ വന്നിരിക്കുന്ന ദിവ്യത അവൻ മനസ്സിലാക്കുന്നില്ല, അതിനെ അവൻ തിരസ്കരിക്കുന്നു. ഇതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോ ദൈവരാജ്യം എന്ന് പറയുന്നത് മരണാനന്തരമുള്ള ദൈവരാജ്യം മാത്രമല്ല, ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീണ്ടും ജനനം, പുതിയ സൃഷ്ടിയാകുന്ന അവസ്ഥയാണ്. പുതിയ സൃഷ്ടിയാകുന്ന അവസ്ഥ. അതിന്റെ നമ്മൾ ഓരോരുത്തരും പ്രാരംഭ ധ്യാനം കൂടുന്നതിന് മുൻപ് നമ്മുടെ ജീവിതം ഒന്നായിരുന്നു, ഇല്ലേ? അത് കഴിഞ്ഞ് ധ്യാനം കൂടി ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ എന്നാണ് അതിന് പറയുന്നത്. ആ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാറിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പുതിയ നിയമത്തിലേക്ക് വന്നു. പരിശുദ്ധാത്മാവാണ് പുതിയ നിയമത്തിന്റെ കാര്യസ്ഥൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നു. ഇനി നിയമമല്ല നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് നയിക്കേണ്ടത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ അമ്മമാരെത്ര പേരുണ്ട്? മക്കളുള്ള അമ്മമാരുടെ കാര്യം പറയണേ. ഓക്കെ. അപ്പന്മാരെത്ര പേരുണ്ട്? ഓക്കെ. നിങ്ങളുടെ മകനെ ഒരു തെറ്റ് ചെയ്ത് പോലീസ് അവനെ പിടിച്ചു, അവനിപ്പോ പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ കിടക്കാം. ഇത് കേൾക്കുമ്പോൾ തന്നെ അമ്മമാരെ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നമ്മൾ ചങ്ക് പൊട്ടി കരയോ ഇല്ലയോ? ഇല്ലേ? നമ്മളാകെ ഷോക്കടിച്ചാൽ അവിടെ തന്നെ തലയിട്ട് വീഴും. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം അവരെ ബോധം തെളിയിക്കാൻ. എന്നിട്ടിനി നിങ്ങൾ എന്താ ആഗ്രഹിക്കണേ? അവനെ ഒരു ശിക്ഷയും കൂടാതെ അവനെങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്നാണോ? അതോ അവൻ തെറ്റ് ചെയ്തതുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെടണം? ഇതിനകത്ത് എന്താ നിങ്ങൾ ആഗ്രഹിക്കണേ? അമ്മമാര് പറയും. ആദ്യത്തേത് അവൻ തെറ്റ് ചെയ്തു, എന്നിരുന്നാലും അവൻ എൻ്റെ മകനാണ്, അവനൊന്നും വരുത്തരുത്, ഒരു ശിക്ഷയും കൊടുക്കരുത്, അവന് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, അവനെ ശിക്ഷയില്ലാതെ പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരൊന്ന് കൈപൊക്കിയേ. അപ്പന്മാരോ? എത്ര അപ്പന്മാരുണ്ട്? ഓക്കെ. ഇനി അവനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ അവൻ 2 ദിവസം അവിടെ കിടക്കട്ടെ, എന്നാലേ അവൻ പഠിക്കുള്ളൂ. അവന് കുറച്ച് ശിക്ഷ കിട്ടണം. അവൻ തെറ്റ് ചെയ്തു, ശിക്ഷ കിട്ടണം. അങ്ങനെ അഭിപ്രായമുള്ള അമ്മമാരെന്ന് കൈപൊക്കി. ഉണ്ടോ? ഒറ്റ അമ്മമാരുമില്ല. അപ്പന്മാരാരെങ്കിലും ഉണ്ടോ അങ്ങനെ? കണ്ടോ? അതൊരു മീഡിയം. ഇതാണ് ദൈവത്തിന്റെ ഹൃദയം, അമ്മയുടെ ഹൃദയമാണെന്ന് പറയുന്നത്.
പെറ്റമ്മയുടെ ഹൃദയമാണ് ദൈവത്തിന്റെ ഹൃദയം. അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ. പെറ്റമ്മ മറന്നാലും ചിലയിടത്ത് ഈ പെറ്റമ്മ പറയാറുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവൻ നിയമം അനുസരിക്കണം. എങ്കിൽ ആ അമ്മ ഒരു ഫരിസേയ അമ്മയാണ്, പുതിയ രാജ്യത്തിന്റെ അമ്മയല്ല. സാധാരണ അപ്പന്മാര് മിക്കവാറൊക്കെ പറയാറ്, അവൻ അവിടെ കിടക്കട്ടെ, അവനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ അപ്പന്മാരെല്ലാം പുതിയ നിയമത്തിലെ അപ്പന്മാരാണ്, ഫരിസേയരല്ല. ഇതാണ് ഫരിസേയർ നിയമിച്ചരും യേശുവിന്റെ രാജ്യവും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഈശോ പറയാണ്, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമച്ചരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഫരിസേയരും നിയമച്ചരും പറയുന്നത് തെറ്റ് ചെയ്തവൻ കണിശമായി ശിക്ഷിക്കപ്പെടണം. അതുമാത്രമല്ല, അവർ കൽപ്പനയുടെ പാലനത്തിലൂടെയാണ്, കൽപ്പന പാലിച്ചാൽ മാത്രമേ രക്ഷ അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുകയുള്ളൂ. ഇവിടെ ഈശോ പറയുന്നത്, നീ കൽപ്പന പാലിച്ചില്ലെങ്കിലും, അതായത് നീ വലിയ പാപാവസ്ഥയിലായാലും നിന്റെ പാപത്തിന് ശിക്ഷിക്കാതെ നിന്റെ പാപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കണത്. അങ്ങനെ പറയണ്ടോ? ഇപ്പൊ പ്രശ്നം എന്താ? നമ്മള് പണ്ട് പഠിച്ചേക്കണ കാറ്റഗിസവും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഇതിന് വിരുദ്ധമാണ്. എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? മര്യാദയ്ക്ക് നടന്നോളാം, നീ തെറ്റ് ചെയ്താൽ നരകത്തിൽ പോകും. ഒരു കൊച്ചെന്നോട് ചോദിക്കാണ്, ബ്രദറെങ്കിലേ ഞാൻ അടുത്ത ആഴ്ച ആദ്യ കുർബാന കൈക്കൊള്ളാൻ പോകാം, അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും പാപം ചെയ്താൽ ഉടനെ നരകത്തിൽ പോവല്ലേ? അവനത് വിശ്വസിക്കാൻ പറ്റില്ല. അവനങ്ങനെ പഠിപ്പിക്കാൻ കാറ്റഗിസത്തിലോ അല്ലെങ്കിൽ അമ്മയോ